ഭൂമിയിൽ ഇപ്പോഴുള്ളതിൽ വെച്ച് വലിയ പാമ്പുകൾ അനാകൊണ്ടകളാണ്. എന്നാൽ ഇവയേക്കാൾ വലിപ്പമുള്ള പാമ്പുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. അതും ഇന്ത്യയിൽ നിന്ന്. ഗുജറാത്തിലെ പനാന്ദ്രോ ലിഗ്നൈറ്റ് ഖനിക്ക് സമീപത്ത് നിന്നാണ് വസുഗി ഇൻഡിക്കസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭീമൻ പാമ്പിൻ്റെ ഫോസിൽ കണ്ടെത്തിയത്. വാസുകിക്ക് 1 ടൺ ഭാരവും 1 സ്കൂൾ ബസ്സിനേക്കാൾ നീളവുമുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. ലഭിച്ച ഫോസിലുകൾ പ്രകാരം വാസുകിക്ക് 36 അടി അതായത് 11 മീറ്റർ മുതൽ 50 അടി അതായത് 15 മീറ്റർ വരെ നീളമുണ്ടായിരിക്കുന്നതായി കണക്കാക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ് ഏഷ്യാറ്റിക് റെറ്റിക്കുലേറ്റഡ് എന്നറിയപ്പെടുന്ന പെരുമ്പാമ്പാണ്. 33 അടി അതായത് 10 മീറ്ററാണ് ഇവയുടെ നീളം. സയൻറ്റിഫിക് റിപ്പോർട്ട്സ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിൽ നിന്ന് വസുകിയുടെ ജീവിതകാലം 47 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സജീവമായിരുന്ന ചതുപ്പ് നിറഞ്ഞ നിത്യഹരിത വനങ്ങളാണെന്ന് വ്യക്തമാക്കുന്നു. വസുകിക്ക് 2200 പൗണ്ട് ഏതാണ്ട് 15000 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നതായി കണക്കാക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കിയിലാണ് വസുകിയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തിയത്. ഹിന്ദു ദൈവമായ ശിവൻ്റെ കഴുത്തിലെ പാമ്പായ വാസുകിയുടെ പേരാണ് പുതിയ പാമ്പിന് നൽകിയതെന്ന് പഠന സംഘത്തിലെ ദേബ്ജിത്ത് ദത്ത അറിയിച്ചു. പാമ്പിൻ്റെ ഭാരവും വലിപ്പവും കണക്കിലെടുക്കുമ്പോൾ അത് പതുക്കെ ചലിക്കുന്ന പതിയിരുന്ന് വേട്ടയാടുന്ന ഒന്നായിരുന്നു. എന്നാൽ പാമ്പിൻ്റെ ഭക്ഷണ ക്രമത്തെക്കുറിച്ച് വ്യക്തതയില്ല. അതേസമയം സമീപത്ത് നിന്ന് കണ്ടെത്തിയ മറ്റ് ഫോസിലുകൾ ചരിത്രാതീത തിമിംഗലങ്ങൾ, ക്യാറ്റ്ഫിഷ്, ആമകൾ എന്നിവയോടൊപ്പമാണ് ഈ കൂറ്റൻ പാമ്പും ജീവിച്ചതെന്ന് വ്യക്തമാണ്. ദേബ്ജിത്ത് ദത്ത പറഞ്ഞു. വംശനാശം സംഭവിച്ച മറ്റൊരു ഭീമാകാരം ആയ പാമ്പായ ടെറ്റനോബോവയെ അടുത്തിടെ ഗവേഷകർ കൊളംബിയയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ടെറ്റനോബോവ 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്നതായി കണക്കാക്കുന്നു. കണ്ടെത്തിയ 2 പാമ്പുകളും പൊതുവായുള്ള കാര്യം ഈ 2 പാമ്പുകളും ജീവിച്ചിരുന്നത് ലോക അസാധാരണമായ ചൂട് കൂടിയ കാലത്താണ്. പാമ്പുകൾ തണുത്ത രക്തമുള്ള മൃഗങ്ങളാണ്. അവയ്ക്ക് വലിപ്പം വയ്ക്കാൻ ഉയർന്ന താപനില ആവശ്യമാണ്. കോംബ്രിഡ്ജ് സർവകലാശാലയിലെ പാലിയോന്റോളജിസ്റ്റായ ജേസർ ഹെഡ് പറയുന്നു, എന്നാൽ ഇപ്പോഴത്തെ ഉയർന്ന താപനിലയുടെ നിരയാണ് പാമ്പുകളെ വലിയ ഉരകജീവികളാക്കി മാറ്റുന്നത് തടയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.